നടി ഹണി റോസ് നൽകിയ സൈബർ ആക്രമണ പരാതിയിൽ പോലീസിന്റെ അതിവേഗ ഇടപെടലാണ് ഈ വാർത്താ പകലിൽ നമ്മൾ കണ്ടത്. വ്യവസായി ബോബി ചെമ്മണ്ണൂരിനെ വയനാട് മേപ്പാടിയിലെ എസ്റ്റേറ്റിൽ നിന്ന് അതിനാടകീയമായി പോലീസ് അറസ്റ്റ് ചെയ്യുകയായിരുന്നു. ഒളിവിൽ പോകാനുള്ള ബോബിയുടെ നീക്കങ്ങൾ പൊളിച്ചായിരുന്നു പോലീസിന്റെ ഈ അതിവേഗ ഇടപെടൽ ഉണ്ടായത്. അതിനിടെ നടിയുടെ രഹസ്യമൊഴി അന്വേഷണ സംഘം ഇന്ന് കോടതിയിൽ രേഖപ്പെടുത്തുകയും ചെയ്തു. ഏറ്റവും സമാധാനം തോന്നിയ ദിവസമെന്നായിരുന്നു ഹണി റോസിന്റെ പ്രതികരണം. ആ റിപ്പോർട്ടിലേക്കാണ് നമ്മൾ ആദ്യം പോകുന്നത്. സ്ത്രീകൾക്കെതിരെ ലൈംഗിക ചുവയോടെ സംസാരിച്ച ശേഷം ഒരു ചിരിയിലൂടെ അതെല്ലാം ഒരു തമാശയാണെന്ന് പറഞ്ഞൊഴിയുന്ന മലയാളി പൊതുബോധത്തിന് കിട്ടിയ തിരിച്ചടിയാണ് ബോച്ചയുടെ അറസ്റ്റ്. ആദ്യം പേര് പറയാതെ മുന്നറിയിപ്പ്, അപ്പോഴും അധിക്ഷേപം തുടർന്നു. പിന്നാലെ ഹണി റോസിന്റെ യുദ്ധപ്രഖ്യാപനം. ബോബി ചെമ്മണ്ണൂരിനെതിരെ പരാതി. രണ്ടാം മണിക്കൂറിൽ കേസ്. 10 മണിക്കൂർ തികയും മുമ്പ് എറണാകുളം സെൻട്രൽ പോലീസ് വയനാട് ബോച്ചെ 1000 ഏക്കർ വളഞ്ഞ് ബോബി ചെമ്മണ്ണൂരിനെ പൊക്കി. എറണാകുളം സെൻട്രൽ SI അനൂപ് ചാക്കോയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് ബോബി ചെമ്മണ്ണൂരിനെ പിടികൂടിയത്. നീതിയുടെ ആദ്യപടിയെന്ന് ഹണി റോസ്. മുഖ്യമന്ത്രിയുടെ ഇടപെടൽ നിർണായകമായെന്നും ഹണി. ഞാൻ ഇന്നലെ മുഖ്യമന്ത്രിയോട് സംസാരിക്കാൻ ഒരു അനുവാദം ചോദിച്ചിരുന്നു. എനിക്ക് അദ്ദേഹത്തോട് സംസാരിക്കാൻ കഴിഞ്ഞു. അപ്പൊ ഞാൻ എന്റെ എനിക്കുണ്ടായ ബുദ്ധിമുട്ടുകളെല്ലാം അദ്ദേഹത്തെ ധരിപ്പിക്കുകയും ചെയ്തിരുന്നു. ഏറ്റവും പെട്ടെന്ന് അതിനുള്ള നടപടി സ്വീകരിക്കുമെന്ന് അദ്ദേഹം എനിക്ക് വാക്ക് തന്നിട്ടുണ്ടായിരുന്നു. ഒരു ചെറിയ വിഷയമല്ല നമ്മൾ അഡ്രസ് ചെയ്തേക്കുന്നത്. ഞാൻ തന്നെ ഒരു കുറെ കാലങ്ങളായിട്ട് അനുഭവിക്കുന്ന ഒരു ബുദ്ധിമുട്ടാണ് അത്. അതിലെന്നെ തള്ളിവിട്ട അതിൽ മെയിൻ ഒരു റീസൺ ഞാൻ വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ് ഇന്നിപ്പം അറസ്റ്റിലായേക്കുന്നത്. അപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഹ്യൂജ് ഒരു റിലീഫാണ് ഇപ്പൊ കിട്ടുന്നത്. സെൻട്രൽ ACP ജയകുമാറിന്റെ നേതൃത്വത്തിൽ പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ചിട്ടുണ്ട്. ഹണി റോസിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിന് താഴെ അശ്ലീല കമന്റിട്ട കേസിൽ കൂടുതൽ അറസ്റ്റുകൾ ഉണ്ടാകുമെന്ന് DCP അശ്വതി ജിജി. അവർ ഓൾറെഡി അക്യൂസ്ഡിനെ അവർ ചാർട്ട് ചെയ്ത് തന്നിട്ടുണ്ട് കുറച്ച് പേര്. അപ്പൊ നമ്മൾ അതാണ് നോക്കുന്നത്. അപ്പൊ നിലവിൽ നോക്കിയപ്പോൾ അങ്ങനെയാണ് കാണുന്നത്. ഇത് ഫേസ്ബുക്ക് അക്കൗണ്ട് ആണ്, അത് ഫേക്കും ആകാം. അപ്പൊ അതിന്റെ ഐഡന്റിറ്റി നമ്മൾ വെരിഫൈ ചെയ്യണം, അത് സമയമെടുക്കും. ഹണി റോസിന്റെ നിയമ പോരാട്ടത്തിന് സിനിമാ മേഖലയിൽ നിന്ന് മാത്രമല്ല പൊതുസമൂഹത്തിൽ നിന്നും വലിയ പിന്തുണയാണ് ലഭിച്ചത്. ഇത് ഹണി റോസിന്റെ കാര്യത്തിൽ മാത്രമല്ല, സാമൂഹ്യ മാധ്യമങ്ങൾ എന്ന പൊതു ഇടം പരിശോധിച്ചാൽ നമുക്ക് വളരെ ക്ലിയർ ആയിട്ട് കാണാൻ സാധിക്കും. സ്ത്രീകളാണെങ്കിൽ ഏത് നേതൃത്വപരമായ പങ്കുവഹിക്കുന്നവരായിക്കോട്ടെ, അവരെ ഇകഴ്ത്തി കാണിക്കുന്ന തരത്തിലുള്ള മോശപ്പെട്ട കമന്റുകൾ വ്യാപകമായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അത് നമ്മുടെ മലയാളിയുടെ ഒരു സാംസ്കാരിക ദാരിദ്ര്യം കൂടി പ്രകടമാക്കുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. BNS 75 IT വകുപ്പടക്കം ജാമ്യമില്ലാ വകുപ്പുകളാണ് ബോബി ചെമ്മണ്ണൂരിനെതിരെ ചുമത്തിയിരിക്കുന്നത്. കോടതി ജാമ്യം അനുവദിച്ചാലും ബോബി ചെമ്മണ്ണൂരിന് കനത്ത തിരിച്ചടിയാണ് പോലീസ് നടപടി. സമൂഹ മാധ്യമങ്ങളിൽ സ്ത്രീകൾക്കെതിരെ നടക്കുന്നത് സൈബർ ആക്രമണങ്ങളല്ല, സൈബർ ബലാത്സംഗമെന്നാണ് KK രമ കഴിഞ്ഞ ദിവസം പ്രതികരിച്ചത്. അത്തരത്തിലുള്ള ആക്രമണങ്ങളിൽപ്പെട്ട് ട്രോമയിലായി പോയിട്ടുള്ള സ്ത്രീകൾക്ക് കരുത്താകുന്ന പോരാട്ടമാണ് ഹണി റോസിന്റേത്. അവരെ പിന്തുണയ്ക്കേണ്ടത് പൊതുസമൂഹത്തിന്റെ കൂടി ആവശ്യകതയാണ്. കൊച്ചിയിൽ നിന്ന് വിഷ്ണു സുരേഷ്, 24. പൊതുജനം കഴുതയല്ല സാർ. ഇന്നലെ നമ്മൾ ഏതാണ്ട് ഇതേ സമയമാണ് ഹണി റോസിന്റെ ഒരു സമൂഹ മാധ്യമ പോസ്റ്റ് നമ്മൾ വായിച്ചത്. അത് തുടങ്ങുന്നത് ബോബി ചെമ്മണ്ണൂരിനെ അഡ്രസ്സ് ചെയ്തുകൊണ്ടാണ്. അതിലവരിങ്ങനെ പറയുന്നു: താങ്കൾ എനിക്കെതിരെ തുടർച്ചയായി നടത്തിയ അശ്ലീല അധിക്ഷേപങ്ങൾക്കെതിരെ ഞാൻ എറണാകുളം സെൻട്രൽ പോലീസ് സ്റ്റേഷനിൽ ഒരു പരാതി കൊടുത്തിട്ടുണ്ട്. താങ്കളുടെ തന്നെ മാനസിക നിലയുള്ള താങ്കളുടെ കൂട്ടാളികൾക്കെതിരെയുള്ള പരാതികൾ പിറകെ ഉണ്ടാകും. താങ്കൾ താങ്കളുടെ പണത്തിന്റെ ഹുങ്കിൽ വിശ്വസിക്കൂ. ഞാൻ ഭാരതത്തിലെ നിയമവ്യവസ്ഥയുടെ ശക്തിയിൽ വിശ്വസിക്കുന്നു. ഹണി റോസ് വർഗീസ്. ഇതാണ് ആ സമൂഹ മാധ്യമ പോസ്റ്റ്. ആ പോസ്റ്റിന് പിന്നാലെ സോഷ്യൽ മീഡിയയിലും അല്ലാതെയും ഒക്കെ വലിയ പിന്തുണയാണ് ആ താരത്തിന് ലഭിക്കുന്നത്. കൂടുതൽ പ്രതികരണങ്ങളിലേക്കാണ് നമ്മൾ ഇനി പോകുന്നത്. ഒരു നെറ്റ് ഉണ്ട്, അല്ലെങ്കിൽ നമുക്ക് വീട്ടിലൊരു വൈഫൈ കണക്ഷൻ ഉണ്ട് വെച്ചിട്ട് എല്ലാ പെൺകുട്ടിക്കെതിരെയും സോഷ്യൽ മീഡിയയിൽ കൂടെ തെറി പറയാനും അവരുടെ ശരീരഘടനയെ കുറിച്ചിട്ട്, അതായത് അവൾക്ക് അത്ര ഇത്ര ഒരു ആവശ്യവും ഇല്ല. ലേഡീസിന് അവർക്ക് അവരുടേതായ ശരീരഘടനകൾ പലർക്കും പല രീതിയിലായിരിക്കും. അതിപ്പോൾ ഇങ്ങനെ കൊട്ടിഘോഷിച്ച് ഇങ്ങനെ കമന്റ് ചെയ്യേണ്ട ഒരു ആവശ്യമില്ല. അധികാരത്തിന്റെ പണത്തിന്റെ ഹുങ്കിൽ എന്ത് വൃത്തികേടും പറയാനുള്ള ഒരു സമൂഹമല്ല കേരളത്തിലെ ഈ പെൺസമൂഹങ്ങൾ. ഓരോരുത്തർക്ക് ഓരോ രീതികളുണ്ടായിരിക്കുക. ഭക്ഷണമായാലും വസ്ത്രമായാലും അതിനെയൊന്നും നമ്മൾ എന്ത് ചെയ്യേണ്ടതില്ല, പൊതുജനമധ്യത്തിൽ തരടിച്ച് കാണിക്കേണ്ടതില്ല. അത് എന്തിന്റെ പേരിലായാലും. ശരിക്കും ഇത് പണത്തിന്റെ ഒരു ധാർഷ്ട്യമാണ് കാണിച്ചത്.